പിക്സൽ 10 പ്രോ എക്സലുമായി ഗൂഗിൾ കളത്തിലിറങ്ങി ഒരു മാസത്തിനകം പുതിയ സവിശേഷതകൾ നിറച്ച് ഐഫോൺ 17 പ്രോ മാക്സ് വിപണിയിൽ അവതരിപ്പിച്ച് ആപ്പിൾ. മൊബൈൽ ഫോൺ പ്രേമികൾ രണ്ട് മോഡലുകളുടെയും താരതമ്യ പഠനത്തിൽ. അതേസമയം ഡോളറുമായുള്ള വിനിമയത്തിൽ രൂപ താഴെപ്പോയത് ഐഫോൺ 17 സീരീസിന്റെ വില ഉയർത്താൻ കാരണമായി. ഇന്ത്യയിൽ നിർമ്മിച്ചിട്ടും 256 GB ബേസ് തുടങ്ങുന്നത് 82,900 രൂപയിൽ. ഐഫോൺ 16 സീരീസ് ഇറക്കിയ കഴിഞ്ഞ വർഷത്തേക്കാൾ ഡോളർ രൂപ വിനിമയ മാറ്റം 4 രൂപയിലേറെ. IPO പൂക്കാലത്തിനിടയിൽ ഗാർഹിക സേവനദാതാക്കളായ അർബൻ കമ്പനിയുടെ പ്രാരംഭ ഓഹരി വിൽപ്പന പൊടിപൂരം. ഓഹരി വാങ്ങാൻ കിട്ടിയ ആദ്യ അവസരത്തിൽ 2 മണിക്കൂർ കൊണ്ട് ചില്ലറ നിക്ഷേപകരുടെ തിരക്ക് കോട്ടയേക്കാൾ വളരെ കൂടുതൽ. എന്നാൽ സ്ഥാപന നിക്ഷേപകരിൽ നിന്ന് തണുപ്പൻ പ്രതികരണം. ഇന്ത്യയെ സുഹൃത്തും ചത്ത സമ്പദ് വ്യവസ്ഥയുമായി തോന്നിയ പോലെ വിശേഷിപ്പിച്ച് ട്രംപ് ചുങ്കപ്പയറ്റ് നടത്തുന്നതിനിടയിൽ യൂറോപ്പിൽ നിന്ന് സമുദ്രോൽപ്പന്ന കമ്പനികളിലേക്ക് സമാശ്വാസക്കാറ്റ്. ഇന്ത്യയിൽ നിന്നുള്ള 102 കമ്പനികളെ കൂടി സമുദ്രോൽപ്പന്ന കയറ്റുമതി പട്ടികയിൽ ഉൾപ്പെടുത്തി യൂറോപ്യൻ യൂണിയൻ. കയറ്റുമതി വർദ്ധിക്കാൻ സാഹചര്യമൊരുങ്ങിയതോടെ ഓഹരി വിപണിയിൽ ഈ മേഖലകളിലെ കമ്പനികളെ ആവേശത്തേരിലേറ്റി നിക്ഷേപകർ. സ്വർണ്ണവില പവന് 81,040 രൂപയെന്ന പുതിയ റെക്കോർഡിൽ. എന്നാൽ ഓണം വരെയുള്ള ആഘോഷകാലത്ത് ആഭരണ വിൽപ്പനയിൽ 28% ഇടിവെന്ന് കണക്കുകൾ. പരമ്പരാഗതമായ 22 കാരറ്റ് സ്വർണ്ണാഭരണം വാങ്ങുന്നതിലുള്ള താൽപര്യത്തിലും കുറവ്. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം ഓൺലൈൻ.com.